തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ നെയ്യാർ ഡാമിൽ ജലസേചന വകുപ്പും കള്ളിക്കട് ഗ്രാമപഞ്ചായത്തും ചേർന്ന് നെയ്യാർ സമ്മർ ഫെസ്റ്റ് 2026 ഉദ്ഘാടനം നിർവഹിച്ചു. കള്ളിക്കട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനോദ് കുമാർ അധ്യക്ഷനായ ചടങ്ങിൽ നിയുദ്ധ MLA CK ഹരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും നാട്ടുകാരും പങ്കെടുത്തു. ഇന്നു മുതൽ 31 വരെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പെറ്റ് ഷോ, അമ്യൂസ്മെന്റ് പാർക്ക്, വ്യാപാരമേള, മാമ്പഴമേള, വിവിധ കലാപരിപാടികൾ, സാംസ്കാരിക സമ്മേളനം, മാപ്പിളപ്പാട്ട് മത്സരങ്ങൾ എന്നിവ ഉണ്ടായിരിക്കും. നമുക്കറിയാം, നമ്മൾ 2000 ആണ്ട് മുതൽ നെയ്യാർ ഡാമിൽ ഓണം സാംസ്കാരിക ഘോഷയാത്ര സംഘടിപ്പിച്ച് ഓണാഘോഷ വേദിയായി നെയ്യാർ ഡാമിനെ മാറ്റിയിരുന്നു. അതിനു മുൻപ് 1987 ശ്രീ K നയനാർ ഗവൺമെൻറ് നെയ്യാർ ഡാമിനെ തിരുവനന്തപുരം ജില്ലയിലെ വിനോദസഞ്ചാര ടൂറിസം കേന്ദ്രങ്ങളിലൊന്നായി വിനോദസഞ്ചാര ആഘോഷങ്ങളുടെ വേദിയാക്കി നെയ്യാർ ഡാമിനെ തിരഞ്ഞെടുക്കുകയും 1987 മുതൽ നെയ്യാർ ഡാം ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഓണക്കാലത്ത് കലാപരിപാടികളും നെയ്യാർ ഡാമിൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ദീപാലങ്കാരങ്ങളും ഉണ്ടായിരുന്നു. 2001 മുതലാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് സാംസ്കാരിക ഘോഷയാത്ര സംഘടിപ്പിച്ചു തുടങ്ങിയത്. ഒരുപക്ഷെ അതിനുശേഷമാണ് നെയ്യാർ ഡാമിൽ ഓണം വാരാഘോഷത്തിനൊരു പുതിയ നല്ല തിളക്കമുള്ള ആഘോഷമായി നെയ്യാർ ഡാമിലെ ഓണം വാരാഘോഷം ശ്രദ്ധേയമായി മാറിയിട്ടുള്ളത്. ആ വാരാഘോഷങ്ങൾ എല്ലാ വർഷവും സമാപിക്കുന്നതോടുകൂടി നെയ്യാർ ഡാമിൽ ഒരുപക്ഷെ ഒരു വർഷക്കാലം നിൽക്കുന്ന ഏക ആഘോഷമായി അത് മാറിയിരുന്നു. നമ്മുടെ ഒരു AEയും അദ്ദേഹത്തിന് മേൽനോട്ടം വഹിക്കുന്ന AXCയും ഈ നെയ്യാർ ഡാമിനോട് കൂറും താല്പര്യവുമുള്ള 2 ഉദ്യോഗസ്ഥർ ഈ പ്രവർത്തനങ്ങളുടെ മേൽനോട്ടത്തിന് നമുക്ക് ലഭിച്ചു. അവർ വന്ന ആദ്യത്തെ ഓണാഘോഷം നടത്തി. അതിനുശേഷമാണ് ക്രിസ്മസ് കടന്നു വന്നത്. ആ ക്രിസ്മസ് നാളുകളിൽ എന്തെങ്കിലും ഒരു ആഘോഷം നെയ്യാർ ഡാമിൽ എത്തുന്നവർക്കുണ്ടാകണം. സാധാരണ ക്രിസ്മസ് കാലത്ത് ഇരുളടഞ്ഞാണ് നെയ്യാർ ഡാം കിടക്കാറുള്ളത്. മറ്റ് പ്രത്യേക പരിപാടികളൊന്നും ഉണ്ടാകാറില്ല. അങ്ങനെയുള്ളൊരവസ്ഥയിൽ നെയ്യാർ ഡാമിൽ വരുന്ന വിനോദസഞ്ചാരികൾക്ക് ഈ ക്രിസ്മസ് കാലത്ത് എന്തെങ്കിലും ഉണ്ടാകണം എന്ന ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കഴിഞ്ഞ ഒരു ആഘോഷ പരിപാടി 7 ദിവസക്കാലം നീണ്ടു നിന്നുകൊണ്ട് നെയ്യാർ ഡാമിൽ ക്രിസ്മസ് കാലത്ത് 10 ദിവസം നമ്മൾ വളരെ ഭംഗിയായി ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. നെയ്യാർ ഡാം ഈ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ഒരു 60 വർഷം 70 വർഷത്തോളം 7 പതിറ്റാണ്ടോളം എത്തുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ്. ഇവിടെ പലപ്പോഴും ആളുകൾ വരാൻ മടിക്കുന്നു എന്ന വിമർശനവും പത്രദ്വാര മാധ്യമം വഴിയും നാട്ടിൽ പ്രചരിപ്പിക്കപ്പെട്ട് പോന്നിരുന്നു. കാരണം ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ നാം ആഗ്രഹിക്കുന്ന തോതിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളോ പുതിയ പരിപാടികളോ ഇല്ലാത്തത് കാരണം വരുന്നവർ ആഗ്രഹിക്കുന്ന നിലയിൽ വരാത്തതുകൊണ്ട് പലപ്പോഴും വിമർശനം കേൾക്കാൻ ഇടവന്നിട്ടുണ്ട്. അത് പല കാരണങ്ങളാലാണ്. ഏതെങ്കിലും ഒരു കാരണം കൊണ്ടല്ല, ആരുടെയെങ്കിലും ശ്രദ്ധക്കുറവുകൊണ്ട് ആണെന്ന് മാത്രം പറയാനാവില്ല. ഒരു സ്ഥലത്തെ ടൂറിസ്റ്റ് കേന്ദ്രത്തെ എങ്ങനെ വികസിപ്പിച്ചെടുക്കണം, ടൂറിസത്തോട് ആഭിമുഖ്യം പുലർത്തുന്ന ബഹുജനങ്ങളെ ആകർഷിപ്പിക്കാൻ പറ്റിയ നൂതനമായ എന്തൊക്കെ പദ്ധതികൾ ഒരുക്കണം എന്നതിനെക്കുറിച്ചുള്ള പല ഘട്ടങ്ങളിലെയും അഭിപ്രായ സമന്വയം വന്നെങ്കിലും അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിയാതെ വന്നതിൻ്റെ ഭാഗം ആണ് 1. 2, കൊണ്ടുവരുന്ന പദ്ധതികളുടെ പരിപാലനം, അക്കാര്യത്തിലും പലപ്പോഴും പല വീഴ്ചകളും വന്നിട്ടുണ്ട്. ഏതു പദ്ധതിയായാലും പരിപാലനമില്ലെങ്കിൽ ആ പദ്ധതി നിന്നുപോകും, ആകർഷകമല്ലാതാകും. അപ്പോൾ അത് മാറ്റിയെടുക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള പരിശ്രമമാണ് കുറേ നാളുകളായി നെയ്യാർ ഡാം കേന്ദ്രീകരിച്ച് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.